ഹായ് ഫ്രണ്ട്സ്, സീതമ്മയുടെ കൃഷിയിലേക്ക് സ്വാഗതം. എൻ്റെ പയർ കൃഷി കണ്ടത് നന്നായി വരുന്നുണ്ട്. ഓണത്തിന് പയർ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇതിപ്പോൾ എനിക്കുണ്ടായിരിക്കണ പയറാണ് കേട്ടോ. വയലറ്റ് പയറാണ് ഇപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഉണ്ടായിരിക്കണത്. മറ്റേ വെള്ളപ്പയർ ആവണുള്ളൂ. അപ്പോൾ വയലറ്റ് പയർ നിറയെ ഉണ്ടാവണുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓണത്തിന്. എന്താ എൻ്റെ ഇടയ്ക്ക് ചാഴിയൊക്കെ ഓരോന്ന് വന്നിരിക്കുന്നുണ്ട്. ചാഴിനെ കണ്ട അപ്പം തന്നെ ഞാൻ തിരുമ്മി കൊല്ലും. പയറൊക്കെ ഇലയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പയറിനറിയാം മയിൽ കൊണ്ടുപോയാൽ എനിക്കൊന്നും കിട്ടില്ല എന്ന്. അതുകൊണ്ട് പയറൊക്കെ ഇലയുടെ ഉള്ളിൽ എനിക്ക് വേണ്ടി ഒളിച്ചിരിക്കുകയാണ്. കണ്ട വയലറ്റ് പയറാണ് എനിക്ക് ആദ്യം ഉണ്ടായിരിക്കുന്നത്. വെള്ളപ്പയർ ആവണുള്ളൂ. പയർ നന്നായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ മഴ പിടിച്ചത് കൊണ്ട് പയറിന് ഇത്തിരി ആക്കം കുറഞ്ഞു, ഇങ്ങനെ വളർച്ച കൂടി. അതുകൊണ്ട് പയർ അങ്ങനെ അധികം ഉണ്ടാവുള്ളത്. പീച്ചിങ്ങ പയറിൻ്റെ ഇടയ്ക്ക് മത്ത പീച്ചിങ്ങ ഒക്കെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പീച്ചിങ്ങ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. പീച്ചിങ്ങ മത്ത ഇതൊക്കെ പയറിൻ്റെ ഇടയ്ക്ക് കുത്തി കൊടുത്തേക്കാണ്. ഇതൊക്കെ പീച്ചിയാണ്. അത് പയറിൻ്റെ ഇടയ്ക്ക് വെള്ളപ്പയറൊക്കെ നൂല് പോലെ പാകമാവണുള്ളൂ. വെള്ളപ്പയർ നല്ല വലിപ്പമുള്ള പയറാണ്. വയലറ്റും അതെ നല്ല വലിപ്പമുള്ളത്തിലുള്ള പയറാണ് ഈ പ്രാവശ്യം ചെയ്തേക്കണത്. കനകമണി ടേസ്റ്റ് ഉണ്ടെങ്കിലും ചെറിയ പയറാകുമ്പോൾ ആൾക്കാർക്ക് നന്നാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം വലിയ ഇനം പയറാണ് നട്ടത്. അതിൻ്റെയാണ് പയറാവാൻ വൈകണുണ്ട്. അതേപോലെ തന്നെ വെള്ളപ്പയറൊക്കെ നൂൽപ്പാകമായിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് ആവുന്നുള്ള പ്രതീക്ഷയിൽ മത്ത ചെട്ടുമല്ലിയൊക്കെ പിരിയാൻ ശ്രമിക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെട്ടുമല്ലിക്ക് ഈ പ്രാവശ്യം അധികം മുൻതൂക്കം കൊടുത്തില്ല. പയറും പീച്ചിങ്ങൊക്കെയാണ് മുൻതൂക്കം കൊടുത്തത്. ഇതൊക്കെയാണ് ഒരു വനപ്രദേശം പോലത്തെ സ്ഥലമാണ്. ഇതൊക്കെ വെട്ടിക്കിളച്ച് ഞങ്ങൾ തന്നെ കൃഷി ചെയ്തതാണ്. ഞങ്ങൾക്ക് കൃഷിയോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പൂക്കൾ പയറിന് കേട് വരാതിരിക്കാൻ പൂക്കൾ ചെട്ടുമല്ലി ഇടയ്ക്ക് ഒരു വാരത്തമ്മ 3 എണ്ണം വീതം നട്ടതാണ്. അപ്പോൾ പയർ അവരെ ചുറ്റി വരിഞ്ഞേക്കാണ്. അപ്പോൾ അത് മാറ്റണം. അപ്പം ഒരു വാരത്തമ്മ 3 ചെട്ടുമല്ലി വീതമാണ് ഞാൻ നട്ടേക്കണത്. ചെട്ടുമല്ലീനൊക്കെ പയർ ചുറ്റി മുറുക്കിയൊക്കെയാണ്. ഇത് മഞ്ഞ വിരിയാൻ ശ്രമിക്കണുള്ളൂ. അതുകൊണ്ട് പൂവിന് ഈ പ്രാവശ്യം അധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല. അപ്പോൾ ആ പറമ്പിലും കുറച്ച് ചെട്ടുമല്ലി നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് ചീരയാണ് നട്ടത്. ചീര ഓണമൊക്കെ ആകുമ്പോഴേക്കും ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ചീര നന്നാവുമെന്ന് വിചാരിക്കുക. മരവിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ വെള്ളപ്പയർ നല്ല വലിപ്പമുള്ള പയറാണ്. അത് പൂക്കണ്ണി ആവണുള്ളൂ. ചുമന്ന പയറാണ് ഇപ്പോൾ നന്നായിട്ട് പിടിച്ചു വരുന്നത്, വേഗം ആയേക്കണത്. വെള്ളപ്പയർ ആവണുള്ളൂ. പൂവൊക്കെ കുത്തി നിറയെ പൂക്കണ്ണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് നന്നായിട്ട് നാടൻ പയർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചെട്ടുമല്ലിയൊക്കെ ആവണുള്ളൂ. ഓണത്തിന് അധികം ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.